നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ബ്രാംപ്ടൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം. തിരുവുത്സവം ജൂലൈ 6 മുതൽ 18 വരെ നടക്കും. ജൂലൈ 11 മിഥുനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ മഹാപ്രതിഷ്ഠയ്ക്ക് ശേഷം 5ാമത്തെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കും. ശുദ്ധി ദ്രവ്യ കലശക്രിയകൾ, പ്രായച്ചിത്ത ഹോമം, ശാന്തി ഹോമങ്ങൾ, തത്വഹോമ കലശങ്ങൾ, ബ്രഹ്മകലശം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ. എല്ലാ ദിവസവും ശീവേലി, വിളക്കാചാരം, സന്ധ്യാവേല, നവക പഞ്ചഗവ്യ അഭിഷേകങ്ങൾ ഉണ്ടാകും. കല, സാംസ്കാരിക പരിപാടികൾ, പഞ്ചാരിമേളം, അന്നദാനം എന്നിവ നടത്തും. കൂടാതെ കേരളത്തിൽ നിന്നുള്ള വാദ്യക്കാരും ആചാര്യന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. ഒഴിവു സമയങ്ങളിൽ എല്ലാവരും ക്ഷേത്രത്തിൽ വരണമെന്നും പ്രതിഷ്ഠാ തിരുവുത്സവത്തിന് റെക്കോർഡ് അറ്റൻഡൻസ് ഉണ്ടാവുമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി www.guruvayur.ca എന്ന ലിങ്ക് സന്ദർശിക്കുക. ബിയർ, വൈൻ, റെഡി ടു ഡ്രിങ്ക് കോക്ടെയിലുകൾ എന്നിവ ഈ വേനൽക്കാലത്ത് ഓന്റാരിയോ കൺവീനിയൻസ് സ്റ്റോറുകളിൽ എത്തുന്നു. ബിയർ സ്റ്റോറിന് $225 മില്യൺ പൊതുഫണ്ടിൽ നിന്നും ലഭിക്കുന്നത്. ഓന്റാരിയോയിൽ മദ്യവിൽപ്പന ഉദാരമാക്കാനുള്ള ശ്രമങ്ങൾ പ്രവിശ്യ വേഗത്തിലാക്കുകയാണെന്ന് പ്രീമിയർ ഡക്ഫോർഡും ധനമന്ത്രി പീറ്റർ ബെദ്രൈൽ ഫാൽവയും വെള്ളിയാഴ്ച രാവിലെ 10:30 എറ്റോബിക്കോക്കിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് മുതൽ നിലവിൽ വൈനോ ബിയറോ വിൽക്കുന്ന ഗ്രോസറി സ്റ്റോറുകളിൽ നിന്ന് കൂടുതൽ പാക്ക് സൈസുകൾക്കൊപ്പം കൂളറുകൾ പോലെയുള്ള ഉൽപ്പന്നങ്ങളും മറ്റ് റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾ എന്നിവ പ്രവിശ്യ ലേബൽ ചെയ്തിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് വാങ്ങാനും പുതിയ റീറ്റെയിലർമാർക്ക് വിൽക്കാനും കഴിയും. ഹംബോൾട്ട് ബ്രോങ്കോസ് അപകടം. ട്രക്കറെ നാടുകടത്താൻ ബോർഡ് ഉത്തരവിട്ടു. ഹംബോൾട്ട് ബ്രോങ്കോസ് ബസ് അപകടത്തിന് കാരണമായ ട്രക്ക് ഡ്രൈവറെ വെള്ളിയാഴ്ച ഫെഡറൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്റെ തീരുമാനത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്താൻ ഒരുങ്ങുന്നു. ജസ്കിരത് സിംഗ് സിദ്ധു എന്നയാൾ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തുവെന്ന അന്വേഷണത്തിൽ തെളിഞ്ഞതിന് പിന്നാലെയാണ് ഈ നടപടി. 16 പേർ മരിക്കുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിന് 1 മാസം മുൻപാണ് ഇയാൾ കാനഡയിൽ സ്ഥിരതാമസമാക്കിയത്. ഗാസയിലെ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ ഇസ്രായേലിനോട് ഉത്തരവിട്ട വേൾഡ് കോർട്ട്. ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപിച്ച് തെക്കൻ ഗാസ നഗരമായ റഫയിൽ സൈനിക ആക്രമണം ഉടൻ നിർത്താൻ UN ഉന്നത കോടതിയിലെ ജഡ്ജിമാർ വെള്ളിയാഴ്ച ഇസ്രായേലിനോട് ഉത്തരവിട്ടു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കോ ലോക കോടതിക്കോ ഉത്തരവുകൾ നടപ്പിലാക്കാൻ മാർഗമില്ലെങ്കിലും ഗാസയിലെ പ്രചരണത്തിന്റെ പേരിൽ ഇസ്രായേലിന്റെ ആഗോള ഒറ്റപ്പെടലിന്റെ വ്യക്തമായ അടയാളമായിരുന്നു ഈ കേസെന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൌസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.